ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹമാണ് ആഫിയത്ത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആഫിയത്ത്, ആരോഗ്യം, അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യലാണ്. ആരോഗ്യ സംരക്ഷണത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ. പ്രധാനപ്പെട്ട ഒന്ന്, 4 കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം എന്നതാണ്. ഒന്ന് ഭക്ഷണമാണ്, രണ്ടാമത്തേത് ശുചിത്വമാണ്, 3 വിശ്രമമാണ്, 4 വ്യായാമം. ഈ 4 കാര്യങ്ങളെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് കനിഞ്ഞു തരുന്ന ആരോഗ്യം അകാലത്ത് നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നതാണ്. അള്ളാഹുവിൻ്റെ ഓരോ നിഅമത്തും അങ്ങനെയാണ്. അത് നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളാണെല്ലാം. ആ രീതിയിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം പറഞ്ഞ ഭക്ഷണം. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ആഫിയത്ത് സംരക്ഷിക്കാൻ കഴിയില്ല. അത് അള്ളാഹു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വെച്ച ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. അതിലൂടെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ഞാനൊന്നും കഴിക്കൂല, ആരോഗ്യം അള്ളാഹുവിൻ്റെ അല്ലേ എന്ന് പറഞ്ഞു നിന്നാൽ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഭക്ഷണത്തിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏത് വിധത്തിലാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നും പരിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണമായി അള്ളാഹു മനുഷ്യർക്ക് ഹലാലാക്കി തന്ന നല്ലത് മാത്രം തിന്നുക എന്നതാണ്. എന്നാലേ നമ്മൾ ആരോഗ്യം നിലനിൽക്കും. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും വലബി. സൂറത്ത് ത്വാഹയിൽ കാണാം, അല്ലാഹു പറയുന്നു, കുലൂ, നിങ്ങൾ തിന്നുക, മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതായ നല്ല ഭക്ഷണം, മേത്തരം ഭക്ഷണമുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ഗൗ ഫീഹി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്. അതിന് മതം വെച്ച ക്രമവും താളവുമുണ്ട്. ആ ക്രമം വിട്ട് നിങ്ങൾ അക്രമം കാണിച്ചു പോകരുത്. അങ്ങനെ വന്നാൽ ഫയഹില്ല അലൈക്കും വലബി, എൻ്റെ ഈർഷ്യത, എൻ്റെ ദേഷ്യം നിങ്ങളെ മേലിറങ്ങും. ഗൗരവമുള്ള ഒരു പ്രയോഗമാണ് അല്ലാഹു തആല നടത്തിയത്. ഭക്ഷണത്തിന് അള്ളാഹു വച്ച ക്രമം നമ്മൾ തെറ്റിച്ചാൽ പടച്ചോന്റെ കോപം ഉണ്ടാവും. ആ കോപം ചിലപ്പോൾ രോഗത്തിന്റെ രീതിയിലായിരിക്കും വരിക. ക്യാൻസറായോ, കിഡ്നി രോഗമായോ, കരള് രോഗമായോ, മറ്റൊക്കെ ആയിരിക്കും വരിക. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതാണത്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ അള്ളാഹു അനുവദിച്ചത് മാത്രം തിന്നും. മനുഷ്യന്മാരെ അള്ളാഹു ആദരിച്ച് ഏറ്റവും നല്ലതു മാത്രമേ നമുക്ക് തിന്നാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളൂ. ലോകത്ത് പല ജീവജാലങ്ങളുണ്ട്, അവർക്കൊക്കെ ആഹാരം വേണം. എല്ലാവർക്കുള്ള ഭക്ഷണം അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് മനുഷ്യനെ ബഹുമാനിച്ച് മനുഷ്യൻ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് അള്ളാഹു നൽകിയ ആഹാരം അതേ നമ്മൾ തിന്നാൻ പാടുള്ളൂ. വലഖദ് കറംനാ ബനി ആദമ ഫഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, മനുഷ്യരെ നമ്മൾ ആദരിച്ചിരിക്കുന്നു. ആ ആദരവിന്റെ ഭാഗമായി കടലിലും കരയിലും അവനെ നമ്മളിതാ വാഹനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുന്നു. വേറൊരു ജീവിക്കും ആ പരിഗണന അല്ലാഹു കൊടുത്തിട്ടില്ല.
കരയിലൂടെ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു. വേറെ ഏത് ജീവിയാണ് ഇങ്ങനെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്? കടലിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ കാത്ത് ബോട്ടിരിക്കുന്നു, കപ്പലിരിക്കുന്നു. കടലിലും കരയിലും മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതര ജീവജാലങ്ങൾക്ക് വാഹനങ്ങളില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ലോറിയിൽ ആന പോണത് കണ്ടാൽ ആന കയറണില്ലേ എന്ന് ചോദിക്കണ്ട, നമ്മൾ കൊണ്ടുപോണതാണ്. കപ്പലിൽ കൂറനെയോ മൂട്ടയോ കണ്ടാൽ അത് യാദൃശ്ചികമായി അകപ്പെട്ടതാ, ഓരോ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ യാത്ര പോണതല്ല. അത് മനുഷ്യന്റെ പ്രത്യേകത. അതേപോലെ മേത്തരം വസ്തുക്കളാണ് മനുഷ്യൻ നമ്മൾ ആഹാരമായി വെച്ചത്. നമ്മൾ വയലിൽ നെൽകൃഷി ഉണ്ടാക്കി അത് കൊയ്തെടുത്താൽ ഏറ്റവും പോഷകമൂല്യമുള്ള അരി നമ്മൾ തിന്ന് അതിൻ്റെ വൈക്കോലല്ലേ കന്നുകാലിക്ക് കൊടുക്കുക. ഒരു വാഴ വെച്ചാൽ അത് കുലച്ച് മാംസളമായ പഴം നമ്മൾ ആഹരിച്ച് അതിൻ്റെ തോടല്ലേ ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. മനുഷ്യന് അള്ളാഹു നൽകിയ പരിഗണന മുന്തിയ ആഹാരങ്ങൾ നമുക്ക് തന്നു എന്നതാണ്. അവിടുന്ന് മനുഷ്യൻ തരം താഴാൻ പാടില്ല. മനുഷ്യന് അപകടകമായ മ്ലേച്ഛമായ അറുപ്പുളവാക്കുന്ന ഇങ്ങനെ മതം നിരോധിച്ച കുറെ വിഭവങ്ങളുണ്ട്. അതൊക്കെ വേറെ പലർക്കും വെച്ചതാണ്. അത് നമ്മൾ തിന്നരുത്, കുടിക്കരുത്. അത് വിശദീകരിച്ച് പറയേണ്ട ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അള്ളാഹു ഹലാലാക്കിയത് മാത്രം തിന്നുക എന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. അള്ളാഹു നിഷിദ്ധമാക്കിയത് തിന്നാൽ അതുകൊണ്ട് നമ്മുടെ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി ഇമാം തൊബറാനി റഹിമഹുല്ലാഹ് അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കുല്ലു ജിസ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ആഹാരം തിന്ന് വളർന്നിട്ടുള്ള ഏതൊരു ശരീരവും, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മളെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടാകുന്നത്. ഹറാമ് കഴിച്ചുകൊണ്ടാണോ നമ്മളെ ശരീരത്തിൽ ആ കോശം വളർന്നതെങ്കിൽ അത് നരകത്തിൽ കത്താനുള്ളതാണ്. അത് നമ്മുടെ ആത്മീയമായ മനസ്സിൻ്റെ രോഗത്തിന് കാരണമാകുകയും കൽബിൽ നിന്ന് ഈമാനും ഹിദായത്തും നീങ്ങിപ്പോകാൻ ഇടവരികയും ചെയ്യും. ഇബാദത്തുകളോട് താല്പര്യമില്ലാത്ത മാനസികാവസ്ഥ വരും. ഹറാമായ ഭക്ഷണം നമ്മളെ രണ്ടർത്ഥത്തിലുമുള്ള ആരോഗ്യം നശിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഹലാലു മാത്രം തിന്നുക, ഹറാമ് തിന്നാതിരിക്കുക. ചുരുക്കത്തിൽ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ